സീതേ, 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 ഞാൻ കൊച്ചിനെ കണ്ട്. ശരിക്കും കണ്ടോ? ഒരു മിന്നായം പോലെ കണ്ട്. കൊച്ചി ശരിക്കും നന്നായിട്ടുണ്ടോ? ക്ഷീണമാ. ആണോ? പക്ഷെ നന്നായി വെളുത്തിട്ടുണ്ട്. രാവിലെ ഉസ്താദാ പറഞ്ഞ് അവർ കാറും കൊണ്ട് പോയിട്ടുണ്ടെന്ന്. അപ്പം എനിക്കറിയായിരുന്നു ആ പാടത്തെ വഴിയിലൂടെ വരുള്ളൂ എന്ന്. ഞാനവിടെ പോയി കാത്തു നിന്നു. എനിക്കും കാണാൻ കൊതിയാവണം. ഉസ്താദ് പറഞ്ഞ അവിടെ പോയിട്ട് കൊച്ചിനെ കാണാൻ അവർ സമ്മതിക്കോ? ആ, സമ്മതിക്കുമായിരിക്കും. ആണോ? പക്ഷെ വേണ്ട, കൊച്ചിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ. വെറുതെ അതിനെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നേ? ഇപ്പൊ കണ്ട ഒരു താത്തക്കുട്ടിയല്ലെന്ന് ആരും പറയില്ല. ആളുകള് പറയുന്ന നേരാ. എന്ത്? പ്രേമത്തിന് കണ്ണും കാതൊന്നും ഇല്ലെന്ന്. അതെന്തപ്പ അങ്ങനെ തോന്നാൻ? അനുഭവം. പേരുൾപ്പെടെ വിലപ്പെട്ട പലതും ഞാൻ ഉപേക്ഷിച്ചില്ലേ. പെൺകുട്ടികൾക്ക് മുൻചിന്ത തീരെ കുറവാ. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാനില്ലേ. ഇതിന്റെ മെഹർ എത്രയാ? 140. ദേ കിടക്കുന്നു. നല്ല പിടക്കണ കയ്യിൽ 1/2 കിലോ തൂക്കട്ടെ? വേണ്ട, ഇപ്പൊ തന്നെ ഉള്ള വീടും പറമ്പും പണയത്തില്ല. വേണമെങ്കിൽ 1/2 കിലോ കൊണ്ടുപോകും. നല്ല ഉറക്കച്ചടവുണ്ടല്ലോ. ഈ വെളുപ്പിന് എഴുന്നേറ്റ് പോണേ. നിനക്കല്ല, മീന്. മുഖം കണ്ടിട്ട് നല്ല പരിചയമുള്ള എനവാണല്ലോ. കൊടുക്കാനാണ് നായരെ. നായരെ കൊടുത്തപ്പോ മേടിച്ചതാ മാപ്പിളെ. പിടികിട്ടി. ഇത് നമ്മുടെ ഭാസ്കരന്റെ അനുവല്ലേ? ക്ടാവ് പരുവത്തി ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഇനം. എന്നാലും അത് വിൽക്കാൻ നേരത്തെ അവൻ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. വെറുതെ അല്ല അവന്റെ മോള് വല്ലവനും കൂടെ ഒളിച്ചോടി പോയത്. അവനോട് 2 വാക്ക് പറഞ്ഞിട്ട് എന്നെ കാര്യം. അങ്ങനെ വിട്ടാ പറ്റിയില്ലല്ലോ. അത്രക്കായി അവൻ. അല്ലെങ്കിൽ തന്നെ ആ പെങ്കൊച്ചു പോയ പിന്നെ മരിച്ച മയ്യത്ത് പോലെ 2 എണ്ണം അവിടെ ജീവിക്കണേ. ഇനിയിപ്പോ ആ കാക്ക അവിടെ ചെന്ന് വല്ല ഒച്ചപ്പാടുണ്ടാക്കുവോ എന്റെ പഠിച്ചോ. ഭാസ്കറിന്റെ കാര്യം കഷ്ടമാണ്. പണ്ടൊക്കെ പുള്ളീനെ പണിക്ക് കിട്ടണമെങ്കിൽ എത്ര ദിവസം പിന്നാലെ നടക്കണം. ഇപ്പൊ ആർക്കും വേണ്ട. പണിയില്ല, പഴയ ഉത്സാഹമൊന്നുമില്ല. അതുകൊണ്ടാ. കിടാവിനെ കൊടുത്തതിന് നിനക്ക് വിഷമായില്ലേ? സാരമില്ല. നമ്മൾ ശ്രദ്ധിക്കാത്ത പിന്നെ പാലും കുറഞ്ഞു, അത് ക്ഷീണിച്ചും പോയി. കിടാവും ചത്തില്ലേ? കാര്യം നല്ല ഏനോ, ആർക്കെങ്കിലും ഗുണമായിക്കോട്ടെ.
നമുക്കിനി പശുവും വേണ്ട, കോഴിയും വേണ്ട, ഒന്നും വേണ്ട. നമുക്കിനി നമ്മൾ മാത്രം മതി. ഭാസ്കര, ഭാസ്കര, ആരെ വിളിക്കുന്നുണ്ട്? എടാ ഭാസ്കര. ആ ബാ ഡാ, മനുഷ്യനായ നന്ദി വരോടാ, നന്ദി. ഈ വഴി കാണുന്ന കൊടിച്ച് പട്ടിയില്ലേ, അതിന് ചുമ്മാ ഒന്ന് നോക്കിയാ മതി. അത് പിന്നെ കാണുമ്പോഴേ വാലയിലും ആട്ടിക്കാണിക്കും. നിന്നെ ഉണ്ടല്ലോ മൃഗത്തിന്റെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ കൊള്ളിയല്ല. ഞാൻ എന്ത് ചെയ്തു എന്നാ ഇക്ക പറയുന്നേ? അയ്യോ, ഞാൻ എന്നാ ചെയ്തെന്ന് അപ്പൊ നിനക്കൊന്നും അറിയേല? എടാ, ഞാൻ ഒറ്റ കാരണമാണോ നിനക്ക് ആ കിടാവിനെ കിട്ടിയത്? എന്നിട്ട് നീ എനിക്ക് എത്രയാ കയറൂലി തന്നത്? 300 തൊലി. ഈ 300 തൊലി എന്ന് പറഞ്ഞാ 4 ചായക്കുള്ള കാശേ ഉള്ളൂ. നീ ഇവിടെ നോക്കടാ. എന്നിട്ട് ഞാനത് പൊരുത്തപ്പെട്ടതേ നിന്നെ കൊണ്ട് ഇനി എനിക്ക് ഗുണം ഉണ്ടാവുന്ന കരുതിയിട്ടാ. എന്നിട്ട് നീ അതിനെ കൊടുത്തപ്പം എന്നോടൊരു വാക്ക് ചുമ്മാതെങ്കിലും ചോദിച്ചോടാ? ഈടാ, നീ മനുഷ്യനാണോടാ? നന്ദി കെട്ടവൻ. വെറുതെ അല്ലടാ നിന്റെ മോള് ഞങ്ങളുടെ കുടുത്തി കൂടിയത്. ഏരെണ്ണം കെട്ടവനെ. എന്തേ? അതിനെന്താ ഇവിടെ ഉണ്ടായത്? ചുമ്മാ തൊപ്പിയും വെച്ച് ഇറങ്ങിയിരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, ഒരു മനുഷ്യപ്പറ്റാത്ത ജാതിയാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. താത്ത, ഈ ഐഷത്താത്തയുടെ വീട് എവിടെയാ? മംഗലത്ത് വീട്ടുപണിക്കൊക്കെ പോണേ. ഓ, അതോ? അല്ല, നീ ആ ഭാസ്കരന്റെ പെണ്ണല്ലേ? മകളുടെ വിശേഷം അറിയാൻ പോണേയിരിക്കും. ചൊയ്യാട്, നിന്റെ മോള് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാ. ജാതി മതമൊന്നും നോക്കാതെ പുളിങ്കൊമ്പിലല്ലേ കേറി പിടിച്ചേക്കണത്. ചെല്ല്, ചെന്ന് മോളുടെ വിശേഷം അറിയും. കുറച്ചങ്ങോട്ട് ചെന്നാ ആദ്യം കാണുന്ന ഊടുവഴിക്ക് ഇറങ്ങിയ 4ാമത്തെ വീടാ. ചെല്ല്, ഇങ്ങോട്ട് നടക്കാടെ. ഒരെണ്ണുള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണം ആ പഴമക്കാര് പറയണത്. അതെത്ര നേരാ? അല്ലെങ്കിലേ കുട കമത്തി വെള്ളമൊഴിച്ചതുപോലെയാവും, നേരെയാവില്ല. ഇങ്ങോട്ട് നടക്കാടെ. തോറ്റ്. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ആരാ? ഐഷത്താത്തയുടെ വീടല്ലേ? അതെ. ഒരു കാര്യം പറയാണ്ടായിരുന്നു. ഉമ്മ പണിക്ക് പോയിരിക്കുക. ആണോ? ആരാ സീനോ? ഉമ്മേനെ തിരക്കി വന്നതോ ഉമ്മച്ചി? ഒരു ചേച്ചിയാ. ആ, ദാ ഉമ്മ വരണുണ്ട്. ആരാ? ഞങ്ങളുടെ കൊച്ചാ മംഗലത്തെ. ആ, മനസ്സിലായി. ഭാസ്കരന്റെ. കേറിയിരിക്കുമോളെ, ഞാൻ മംഗലത്ത് നിന്ന് വരണ വഴിയാ. കേറിയിരിക്കാൻ സമയമില്ല, ഞാൻ ആളോട് പറയാതെ വന്ന. കൊച്ചിനവിടെ സുഖാണോ? അവിടെ സുഖത്തിന് എന്താ മോളെ ഒരു കുറവ്? നമ്മളെ പോലെയാണോ? വലിയ വീട്ടുകാരല്ലേ, എല്ലാവർക്കും അവളെ വലിയ കാര്യമാ. ആദ്യമൊക്കെ റാബിയൊക്കെ ഇഷ്ടക്കുറവുണ്ടായിരുന്നു.
ഇപ്പൊ സ്വന്തം പെൺമക്കളെക്കാളും കാര്യമാ. പിന്നെ എന്താന്ന് വെച്ചാ നിങ്ങളെയൊക്കെ ഓർക്കുമ്പോ ആ മോക്ക് നല്ല വിഷമമുണ്ട്. അല്ലോ പറയാൻ മറന്നു, ഒരു സന്തോഷ വർത്താനുണ്ട് കേട്ടാ. മോക്ക് വിശേഷമായി. കാലത്തൊരു ചെറിയ തലകറക്കുണ്ടായി. കാറും വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയി. വിവരം അറിഞ്ഞപ്പോ പറയണ, ഓ മംഗലത്ത് പെരുന്നാളാർന്ന്. ഇത് പായസ. വിവരം ഇന്ന് തന്നെ അറിയാൻ ഇത് കുറച്ച് കുടിക്കാൻ യോഗം ഉണ്ടായില്ല. ഓ പടച്ചോന്റെ കുതിരത്തെ. ഏതായാലും മോളെ കൊണ്ട് കയറി ഇത് കുറച്ച് കുടിച്ചിട്ട് പോയാ മതി. വാ മോളാ, കയറി വാ. വാ മോളെ. എന്റെ മോളാ. ചേച്ചിയോട് ആദ്യം സംസാരിച്ചത് എൻ്റെ മോളാ. അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ കിണറ്റിൻകരയിൽ കാല് തെറ്റിയൊന്ന് വീണതാ. 14 കൊല്ലമായിട്ട് ഇപ്പോഴേ കിടപ്പ് തന്നെയാ. മരുന്നും വൈദ്യം കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കൊച്ചിന്റെ പാപ്പ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേൾക്കണു. അന്വേഷിക്കാതായപ്പോ ഞങ്ങളും തിരക്കാറില്ല. ചേച്ചിതാ പായസം. കുടിക്കുമോളെ. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. അവിടെ കൊച്ചിന്റെ അച്ഛനല്ലേ. അത് ശരിയാ മോളെ. കുറച്ചെടുത്തിട്ടേ ആ പാത്രം എടുത്ത് ചേച്ചിയുടെ കൈ കൊടു. ഈ മധുരം കഴിക്കേണ്ടത് ഇവരാ. നാളെ എനിക്ക് ആ മോളോട് പറയാലോ. ഷോ അതിനൊരു സന്തോഷാകും. ശരി. നീ കുടിച്ചോ? പിന്നെ കുടിക്കാം. അവർക്ക് സ്വന്തം വീട്ടിലെ പെങ്കൊച്ചുങ്ങളെ പോലെ തന്നെയാണ് നമ്മളെ കൊച്ചു. കാറും വേണ്ട കാശും പണവും വലിയ വീടും ഉള്ളിടത്ത് ചെന്ന് കയറാനായിരുന്നു യോഗം. എല്ലാം നമ്മുടെ കൊച്ചിൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പം നമ്മളോ? ഭാഗ്യവും യോഗവും ഇല്ലാത്ത അച്ഛനും അമ്മയും. ഇതെന്താ ഏട്ടാ ഇരുട്ടത്ത് ഇവിടെ വന്നിരിക്കുന്നത്? ഞാനൊരു സ്വപ്നം കണ്ടു. പിന്നെ ഉറക്കം വന്നില്ല. നമ്മുടെ മോള് പ്രസവിച്ചു. പെങ്കൊച്ച. നിന്നെ പോലെ ഉണ്ട്. നമുക്ക് പെങ്കൊച്ചു മതിയില്ലേ? ദിനം പ്രതി പെണ്ണിന് മഞ്ച ഏറി വരാ. സുഖിപ്പിക്കണ്ട. സത്യം. അതെ, പ്രഗ്നന്റ് ആണെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ട്. ആശത്താത്തയാ പറഞ്ഞേ. നമുക്കിന്ന് രാത്രി വീട് വരെ ഒന്ന് പോയാലോ? അച്ഛനെയും അമ്മേനെയും ഒക്കെ കാണാൻ കൊതിയാവുന്നു. ഉമ്മയോടൊന്ന് ചോദിക്കണ്ടേ? ഉമ്മയോട് ചോദിച്ചിട്ടാണോ എന്നെ സ്നേഹിച്ചത്? അല്ലല്ലോ. ഉമ്മയോട് ചോദിക്കുന്നതിലും ഭേദം പോണ്ടെന്ന് തീരുമാനിക്കുന്നതാ. ഒരു കാര്യത്തിലും നിന്റെ മുൻവിധി പാടില്ല. ഇല്ല,
മുൻവേദി മനസ്സിന്ന് കളഞ്ഞു. ഉമ്മാടെ പുന്നാരമോൻ തന്റെ ഭാഗം ശരിയാൻ തെളിക്കും. കാണട്ടെ. ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നോക്കട്ടെ. ദാ വരുന്നു. ഹോസ്പിറ്റലിൽ ഉമ്മയും വരുന്നുണ്ടോ? മരുമകളോട് സ്നേഹമുള്ള അമ്മായിയമ്മയുടെ ഉത്കണ്ഠല്ലേ, വരണ്ടാന്ന് പറയാൻ പറ്റുമോ? പിന്നെ റിയാനോടെ വരിക വരിക. സൽക്കാരത്തിന് പോവാനല്ല, ചമഞ്ഞൊരുങ്ങാൻ. വാ. വാ. ഐഷത്താത്ത കേട്ടത് ശരിയായിരിക്കൂല സീതേ. ഈ ഹോസ്പിറ്റലൊന്നും ആയിരിക്കൂല. നിങ്ങൾ കിടന്ന് പിടയ്ക്കാതെ. അതേന്നേ, അവരിപ്പോ വരും. അപ്പുറത്തേക്ക് നിക്ക. ഓ, കൊച്ചു നല്ല നിറം വെച്ചിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ട്. നമുക്ക് ഇത്തേനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ, മോളെ കാണാൻ പറ്റുമെന്ന്. അതൊന്നും വേണ്ട, കൊച്ചിന് ബുദ്ധിമുട്ടാവും. ഗുരുവായൂർക്കൊന്ന് പോണം. കയ്യിൽ കാശുമില്ല. നിന്റെ കയ്യിൽ കാശുമില്ല ഇരിപ്പുണ്ടോ? എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? കിടാവിനെ വിറ്റപ്പം പാല് കച്ചവടം നിന്നില്ലേ? ഉണ്ടായിരുന്ന അന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ലേ? ഇനിയിപ്പോൾ 10-30 കാണും, അത്രേ ഉള്ളൂ. ഒരിടം വരെ ഒന്ന് പോയി നോക്കട്ടെ, കിട്ടിയാൽ ഇന്ന് രാത്രി തന്നെ പോണം. ഇതെന്താ ഇപ്പം ഇങ്ങനൊരു ചിന്ത? ഗുരുവായൂർ ചെല്ലട്ടെ, പറയാം. ഞാൻ പറയും പോലെ കേൾക്കണേ. എന്താ ഭാസ്കര പതിവില്ലാതെ ഈ സമയത്ത്? അത് കുറച്ച് കാശ് കടായിട്ട് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. എത്ര ആശ? ഒരു 2000 രൂപയെങ്കിലും വേണം. ഓ, 2000? എൻ്റെ കയ്യിലിപ്പോൾ 500 കൂടിയ ഒരു 600 രൂപ കാണും. ഉണ്ടായിരുന്നതാ. ആ വാസുവിൻ്റെ പെണ്ണ് വന്നിപ്പോൾ കുറിക്കാശ് കൊടുത്തു. നിനക്കിപ്പോൾ കാശ് എന്താ ആവശ്യത്തിനാ? ഗുരുവായൂർക്കൊന്ന് തൊഴാൻ പോകണമെന്നുണ്ടായിരുന്നു. എപ്പോ? പറ്റിയ ഇന്ന് രാത്രി തന്നെ പോകണം. ഓ, നീ ഒരു കാര്യം ചെയ്യും, പോകാനുള്ള ഒരുക്കങ്ങളെ കൂട്ടിക്കും. ഞാനൊന്ന് നോക്കട്ടെ, വഴിയുണ്ടാക്കാം. ചെല്ലേ. നീ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാലേ അത് സാധിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ മര്യാദയുടെ അല്ലടാ. നീ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ലടാ.
അതെന്താ ചേട്ടാ അഴിച്ചെടുത്തേ? അതൊക്കെ ഉണ്ട്. ഗുരുവായൂർ ചെല്ലട്ടെ പറയാം. ഉമ്മർക്ക് വന്നോ? ഉമ്മർക്ക വന്നില്ല, വരും. നീ കതവ് പൂട്ടിക്കും. ഇതാ വരുന്നുണ്ടല്ലോ. ആ ഉമ്മർക്ക സംഗതി കിട്ടി. ആളെ കണ്ടു കിട്ടാൻ കുറച്ച് താമസിച്ചു. അതാ ആ. ഇതാ നീ തിരിച്ചു തരാൻ തിരക്ക് കൂട്ടണ്ട. ഓ. കിട്ടുമ്പോൾ തന്നാൽ മതി. ആ ഓ എന്നാൽ ശരി, ഞാൻ പോട്ടെ. പോയിട്ട് വാ. ഇത് വെക്കണോ? ഞാൻ വെച്ചോളാം. പൂട്ടണേ. ആ ലൈറ്റ് കൂടെ അണച്ചേക്കും. ആ